ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ടി വി ജോയി. ഞാൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി വിൽപ്പന രംഗത്ത് നീണ്ട കാലമായി പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു ഇൻഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു യൂലിപ്പ് ഷെയർ പ്ലാനാണ്. ഇത് ചേരേണ്ട പ്രായം 90 ദിവസം മുതൽ 60 വയസ്സിനുള്ളിലുള്ളവർക്കാണ് ഇത് ചേരാനായിട്ടുള്ള അർഹത. ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് 10, 15, 25. ഇതിൻ്റെ പ്രീമിയം അടവ് വരുന്നത് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി. ഇതിൻ്റെ പ്രീമിയം മന്ത്ലി വരുന്നത് മിനിമം 2500 രൂപയാണ്, ക്വാർട്ടർലി 7500, ഹാഫ് ഇയർലി 15000, ഇയർലി 30000 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. അപ്പോൾ ഇതിന് പല സവിശേഷതകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള പോളിസികൾ ഉണ്ടല്ലോ, യൂലിപ്പ് പ്ലാനുകൾ, അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റുകളൊക്കെ ഇതിനകത്ത് ചേർത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ കാലാവധി തീരും വരെ പോളിസി പ്രീമിയം പാർട്ടി അടയ്ക്കണമെങ്കിൽ ഇതിൻ്റെ മോർട്ടാലിറ്റി ചാർജ് പാർട്ടിക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് ഗ്യാരണ്ടി പറയുന്നത്. ഇത് 40% മണി മാർക്കറ്റിലും 60% മറ്റേ ഗവൺമെൻറ് സെക്യൂരിറ്റിയിലുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫ്ലെക്സി സ്മാർട്ടിൽ 50%, അല്ലെ ഫ്ലെക്സി 100%ത്തിലും ചെയ്യുന്നുണ്ട്, ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100% ഇത് ഗ്യാരണ്ടി പോലെ വിശ്വസിക്കാം. ഒരിക്കലും ഷെയർ കുറയും എന്ന് പൂർണ്ണമായിട്ട് കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ നല്ല ടോപ്പ് കമ്പനികളുടെ ഷെയറിലാണ് ഇടുന്നത്. ഗവൺമെൻറ്റിൻ്റെയൊക്കെ LIC അതൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലൈഫ് ഇൻഷുറൻസിൻ്റെ യൂലിപ്പ് പ്ലാനുകളൊക്കെ ഷെയറുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മികച്ച ടോപ്പിൽ വന്ന ഷെയറാണ് ഫ്യൂച്ചർ പ്ലസ്, ബീമ പ്ലസ്, പിന്നെ പ്രോഫിറ്റ് പ്ലസ്, അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ, പിന്നെ മണി പ്ലസ്, അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. ഈ പ്ലാനുകളൊക്കെ 4 ഇരട്ടി, 5 ഇരട്ടി, 5.5 ഇരട്ടിയിലധികം വന്നാക്കണ പ്ലാനുണ്ട്. അന്നാളിലൊക്കെ ആൾക്കാർ തിക്കും തിരക്കായിട്ട് എമർജൻസി കുറ്റം പറഞ്ഞ ഏജന്റുമാരൊക്കെ കുറ്റം പറഞ്ഞ് തിക്കും തിരക്കായിട്ട് വേഗം മേടിച്ചവർക്ക് വലിയ ഗ്രോത്ത് കിട്ടാൻ സാധിച്ചില്ല. സമാധാനമായിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഞങ്ങൾ പറയുന്നതനുസരിച്ച് അവർ ഇട്ടോക്കണ ആൾക്കാർക്ക് അത് നല്ലൊരു എമൗണ്ടായിട്ട് കിട്ടി. അതുകൊണ്ട് ഈ ഷെയറും ഇതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞ LICയിൽ ഒരു പോളിസി 10 ലക്ഷത്തിൻ്റെ ചേർന്നു. 10 ലക്ഷത്തിൻ്റെ പോളിസി ചേർന്ന വ്യക്തി അത് ടേം 15 കൊല്ലമാണെങ്കിൽ 15 കൊല്ലം വരെ അടവ് വരെ വെയിറ്റ് ചെയ്യും. എത്ര ബുദ്ധിമുട്ട് വന്നാലും ലോണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തായാലും പോളിസി കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാതെ വേഗം ക്ലോസ് ചെയ്ത് മേടിക്കണം. അപ്പോൾ അവിടെ അതിൻ്റെ ഗ്രോത്ത് വരാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ പാർട്ടിക്ക് ഗ്രോത്ത് വരാത്തതുകൊണ്ട് നഷ്ടം വന്നിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പോളിസികളൊക്കെ ചേരും ആൾക്കാർ 1 കൊല്ലമാകുമ്പോഴേക്കും ക്ലോസ് ചെയ്ത് മേടിക്കും. 1.5 കൊല്ലമാകുമ്പോഴേക്കും യൂലിപ്പ് പ്ലാനുകളൊക്കെ ക്ലോസ് ചെയ്ത് മേടിക്കും. അത് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഈ പോളിസിയിലുള്ള അഡ്വാൻറ്റേജ്, കാലാവധി വരെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി ചാർജ് പാർട്ടിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ 6 വർഷം ആയാൽ ഭാഗികമായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ഈ പ്ലാൻ. 6 വർഷം കണ്ടിന്യൂ ചെയ്താൽ. 5 വർഷമായിട്ട് വേണ്ടെങ്കിൽ പാർട്ടിക്ക് ഇത് ക്ലോസ് ചെയ്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. ഇതിൻ്റെ ഗ്യാരണ്ടീഡ് എഡിഷൻ പറയണത് തരുന്നത് നല്ല ബെനിഫിറ്റുണ്ട്. അത് 48,000 വരെ പ്രീമിയം വരുന്നവർക്ക് 3% മുതൽ 18% വരെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത് മാക്സിമം ടൈം കൊടുത്തിട്ട് 48,000 മേലെ വരുന്ന പാർട്ടികൾക്ക്
അതിൽ ഇതേപോലെ തന്നെ 30% വരെ കൊടുക്കണ ഇതുണ്ട്, ഗ്യാരണ്ടീഡ് എഡിഷൻ. അപ്പോൾ എന്തോരം നമ്മൾ ടൈം നീട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും ഇത് പ്രീമിയം കൂടുതൽ അടയ്ക്കാൻ പറ്റുമോ അത്രയും ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. അത് നമ്മൾ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അതിൽ പ്രീമിയത്തിൻ്റെ ഒരു ചാർട്ടുണ്ട്, ഇത് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ എമൗണ്ടുകളൊക്കെ വരുമ്പോൾ ഒരു ഇതിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്തായി വരും. LIC എല്ലാ പോളിസികളിലും നിങ്ങൾക്കറിയാമല്ലോ, ബോണസ്, ഗ്യാരണ്ടീഡ് എഡിഷൻ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത് ഷെയറിലാവുമ്പോൾ ഗ്യാരണ്ടീഡ് എഡിഷൻ ഇതിലും പറയുന്നുണ്ട്, ബോണസല്ല. അപ്പോൾ ആ ഗ്യാരണ്ടീഡ് എഡിഷൻ കിട്ടാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇതിൽ അർഹത ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിസ്റ്റ്, ഗ്യാരണ്ടീഡ് എഡിഷൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്കീം 30 വയസ്സായ ഒരു വ്യക്തി എന്ന് വയ്ക്കുക, 25 വർഷത്തേക്കാണ് അദ്ദേഹം എടുക്കുന്നത്. ഹാഫ് ഇയർലി 50,000 അല്ലെങ്കിൽ കൊല്ലത്തിൽ ഇയർലി 1,00,000 രൂപ. അദ്ദേഹം അങ്ങനെ മച്യൂരിറ്റി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ടേം 25 വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വരുന്നത് 56,78,503 രൂപയാണ് ഇതിൽ വരുന്ന മെച്യൂരിറ്റി എമൗണ്ട് വരുന്നത്. ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടേം 25 വർഷം കൊടുത്താക്കണോണ്ട് ഇതിന് ഗ്യാരണ്ടീഡ് എഡിഷൻ മാക്സിമം ഇതിൽ പെടും. 30% ഗ്യാരണ്ടീഡ് എഡിഷൻ ഇതിൽ പെടാവുന്നതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഇത്രയും പ്രോഫിറ്റ് വന്നത്. അപ്പോൾ അത് എങ്ങനെ ഗ്യാരണ്ടീഡ് എഡിഷൻ വരുന്ന എൻ്റെ ഇത് നിരക്ക് പറയാം. 6 വർഷം മുതൽ 25 വർഷം വരെ 6% ത്തിനിടയ്ക്കും 18%-ത്തിനിടയ്ക്കാണ് ഇതിൻ്റെ ഗ്യാരണ്ടീഡ് എഡിഷൻ വരുന്നത്. 48,000 രൂപ വരെ കേട്ടോ. 48,000 കഴിഞ്ഞ് അതിൽ മേലെ വരുന്നതിന് 6 വർഷം മുതൽ 25 വർഷത്തിനിടയിൽ വരുന്ന എമൗണ്ട് 5%-വും 30%-ത്തിനിടയ്ക്കാണ് ഗ്യാരണ്ടീഡ് എഡിഷൻ വരുന്നത്. അപ്പോൾ 2 ഇതായിട്ടാണ് ഇവിടെ കൊടുത്തേക്കണം. ഒന്ന് 48,000 താഴെ, ഒന്ന് 48,000 മേലെ പ്രീമിയം അടയ്ക്കുന്ന വ്യക്തികൾക്കാണ് ഈ 30% ഗ്യാരണ്ടീഡ് എഡിഷൻ കിട്ടുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് കിട്ടാവുന്ന LIC പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് എഡിഷനാണ്. അത് ആ ടൈം അവസാനിക്കാൻ വരെ നിൽക്കുന്നവർക്ക്, വെയിറ്റ് ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല ബെനിഫിറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ്, ഗ്യാരണ്ടീഡ് എഡിഷൻ കൊടുക്കാണ്ട്, മോർട്ടാലിറ്റി ചാർജ് തിരിച്ചു കൊടുക്കാണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ള പോളിസികളിൽ പോലെ തന്നെ LIC മറ്റുള്ള പോളിസികളിൽ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ് പോലെ തന്നെ ഈ നമ്മുടെ ഈ ഷെയർ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇൻഡെക്സ് പ്ലസ്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്ത് എവിടെ കിട്ടും ഇതേപോലെ ഒരു ഷെയർ പുറത്ത് വാങ്ങിക്കാൻ പറ്റുമോ? മറ്റുള്ള പ്രൈവറ്റ് മേഖല ബാങ്കുകളിലെ ഇതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇടുന്ന കൂടുതൽ എമൗണ്ട് ഇടുന്ന പോലെ തന്നെ ഷെയറിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ പോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൽ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ഇടും. നിങ്ങൾക്ക് ചെറുത് മുതൽ വലുതുള്ളവർക്ക് വലിയ എമൗണ്ട് ഇടാം. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് പെട്ടെന്ന് ഗ്രോത്തായി വരും. പെട്ടെന്ന് എടുക്കാതിരുന്നാൽ മതി. ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് ഇവിടെ ക്ലോസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ ലഘൂകരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട്. എൻ്റെ പേര് TV ജോയി. മൊബൈൽ നമ്പർ 9447529452. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലിങ്കിൽ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിൽ കാണാം. ഓക്കെ, താങ്ക് യു.